ക്ഷേത്രങ്ങൾ ഭരിക്കേണ്ടതാര്? ദേവസ്വം ബോർഡുകൾ ആർക്ക് വേണ്ടി? ആചാര ലംഘനം അവരവരുടെ സൗകര്യത്തിനോ പണമുണ്ടാക്കുന്നതിനോ ഗുരുവായൂർ ഏകാദശി ദിനം നടത്തേണ്ട ഉദയാസ്തമയ പൂജ തോന്നുമ്പോൾ നടത്തുന്നു. അതിനെല്ലാം ഒടുവിൽ വഖഫ് ബോർഡിന്റെ പേരിൽ ക്ഷേത്രഭൂമി കൊള്ളയടിക്കുമ്പോൾ അവിടെ പോയി കേസ് തോറ്റു കൊടുത്തിട്ട് കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു. കാതലായ ചോദ്യത്തിലേക്ക് വന്നേ പറ്റൂ. ഈ ചോദ്യം ഇനി മുഴങ്ങണം ഇവിടെ മുഴുവൻ. ക്ഷേത്രങ്ങൾ ഭരിക്കേണ്ടതാര്? ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി. നോക്കൂ, ഇവിടെ നമ്മൾ മുമ്പ് കഴിഞ്ഞ ദിവസവും ജനം TV അനിൽ നെമ്പാരുടെ നേതൃത്വത്തിൽ ഇതേ വിഷയം തന്നെ നമ്മൾ മറ്റൊരു ദിശയിൽ ചർച്ച ചെയ്തിരുന്നു. ഇതില് പ്രധാനമായിട്ടും നമ്മൾ പറയുന്ന ഒരേ ഒരു ആവശ്യം, ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് ഭരിക്കാൻ ഹിന്ദുക്കൾക്ക് അവകാശം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ ചോദിക്കുന്ന ചോദ്യമാണ്, അതിനാരാണ് ഭക്തന്മാർ, ആരാണ് ഹിന്ദുക്കൾ? അതായത് നമുക്കൊരു അസ്തിത്വം ഇല്ലെന്ന് വരുത്തി തീർത്താൽ ഇവർക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട്. അത് അവർക്ക് നന്നായിട്ട് അറിയാം. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നൊക്കെ പറയും. ഹിന്ദുവിന് അസ്തിത്വമില്ല, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് പ്രത്യേകിച്ചൊരു മതമില്ല, അല്ലെങ്കിൽ ഇവിടെ ഭക്തൻ എന്ന് പറഞ്ഞാൽ എന്താ ഡെഫിനിഷൻ എന്നൊക്കെയുള്ള വലിയ വലിയ ചോദ്യങ്ങൾ ഇവർ ചോദിക്കുന്ന പിന്നിലുള്ള താല്പര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പണ്ട് കാലത്ത് മൺറോ സാഹിബിന്റെ കാലത്തുണ്ടായിരുന്ന ആ ഒരു ദേവസ്വം ബോർഡ് രൂപീകരണം, കളരികൾ നിർത്തലാക്കൽ, ഹിന്ദുക്കളുടെ സമ്പത്ത് കുമിഞ്ഞുകൂടുന്ന ക്ഷേത്രങ്ങളിൽ നിന്ന് ഹിന്ദുക്കൾക്ക് സ്വന്തമായി മെഡിക്കൽ കോളേജുകളോ സർവകലാശാലകളോ ഉണ്ടാവരുത്, എപ്പോഴും അവർ മറ്റ് ചില മതങ്ങളുടെ സ്വാധീനത്തിൽ വർത്തിച്ചു കൊള്ളണം എന്നതിൻ്റെയൊക്കെ ഒരു തിട്ടൂരം വാങ്ങി പ്രവർത്തിക്കുന്ന അഞ്ചാം പത്തികൾ ഉണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് ഭക്തൻ എന്ന് പറഞ്ഞ ആരാ, ഹിന്ദു എന്ന് പറഞ്ഞ ആരാ എന്നൊക്കെ ചോദിക്കുന്നതിന് കാരണം, ആരും ഇത് ക്ലെയിം ചെയ്യരുത്, ഈ ഒരു ക്ഷേത്രങ്ങളോ ആ സമ്പത്തോ അതുകൊണ്ട് ഹിന്ദു സമൂഹത്തിന് നേരിട്ട് ഗുണം ഉണ്ടാവരുതെന്ന് കരുതുന്നവരാണല്ലോ സ്വാഭാവികമായിട്ട് ആ ചോദ്യം ചോദിക്കും. അപ്പൊ ഇതിനൊരു വിഷമം എന്താന്ന് വെച്ചാല്, കല്ലും മുള്ളും കാലുക്കുമെത്ത എന്ന് നമ്മൾ പറയാൻ കാരണം, ഏത് കഠിനമായ ഒരു അയ്യപ്പ ഭക്തൻ ഒരു അയ്യപ്പന്റെ ഒരു തരണം ചെയ്ത് സ്വാമി ദർശനം സാധ്യമാക്കണം എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോ എന്നാ പിന്നെ യുവമാർക്ക് സൗകര്യമൊന്നും വേണ്ട, യുവമാരെ പൈസയൊക്കെ ഞങ്ങൾ പുട്ടടിച്ചിട്ട് നമുക്ക് അവിടെ പിന്നെ കക്കൂസും വേണ്ട, കുളിമുറിയും വേണ്ട, കല്ലും മുള്ളും ഒക്കെ താണ്ടി വന്നോട്ടെ എന്ന് പറയുമ്പോ, അടിസ്ഥാന തത്വങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന തത്വം എന്താ? ലളിതമായ ജീവിതം, ഉയർന്ന ചിന്താഗതി, സാമൂഹ്യ സേവനം, ഇതൊക്കെയല്ലേ. അവരുടെ നേതാക്കന്മാര് ഓരോ ആഴ്ചയും കാറ് മാറ്റുകയല്ലേ. കിയ വേണ്ട കിയോ മതി, കിയോ വേണ്ട ഇന്നോവ മതി, ഇന്നോവ വേണ്ട ബെൻസാക്ക. അവരിങ്ങനെയല്ലേ ജീവിക്കുന്നത്, ധൂർത്തിലല്ലേ ജീവിക്കുന്നത്. അപ്പൊ അവനവൻ പാലിക്കാത്ത, അവനവൻ ജീവിതത്തിൽ പകർത്താത്ത ത്യാഗം ഹിന്ദു പകർത്തണം എന്ന് പറയുന്ന അർത്ഥത്തിലാണ്. ഇവിടെ ഈ പുതിയ കാലഘട്ടത്തിൽ ആളുകള് ശബരിമലയിൽ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഇതര രാജ്യങ്ങളിൽ നിന്ന് പോലും അയ്യപ്പനെ തേടി ആളുകൾ വരുന്നുണ്ട്. ഒരു സീസണിൽ ഏറ്റവും അധികം ഭക്തന്മാർ വന്നു ചേരുന്ന ഒരു ദേവാലയമാണ് അയ്യപ്പന്റേത്. അപ്പൊ അവിടെ വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ മര്യാദയാണ്. കല്ലും മുള്ളും കാലുക്കുമെത്ത എന്ന പ്രമാണത്തിന് മുൻപുണ്ടായ പ്രമാണമാണ് അതിഥി ദേവോ ഭവ എന്നുള്ളത്. അപ്പോ ഗസ്റ്റിനെ സ്വീകരിക്കാനുള്ള മര്യാദ കാണിക്കണം, അവരെ ദേവത്വം സ്വീകരിക്കണം. അപ്പൊ ഒരു അയ്യപ്പ ഭക്തൻ സർക്കാരിന്റെ അതിഥിയാണെന്ന് ചിന്തിക്കാനുള്ള മര്യാദയോ സംസ്കാരമോ സാംസ്കാരിക ഔന്നത്യമോ ഇല്ലാത്തൊരു സർക്കാരല്ലേ. ഇവരെ മാത്രം കുറ്റം പറയണ്ട, ഈ പിണറായി വിജയന്റെ സർക്കാരിന്റെ മാത്രമല്ല കോൺഗ്രസ് സർക്കാരുകളും ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. ആരും വ്യത്യസ്തരല്ലേ കാര്യത്തിൽ. അതിന്റെ ഇടയ്ക്ക് പ്രയാർ ഗോപാലകൃഷ്ണൻ മാത്രമാണ് കുറച്ചൊന്നും നമുക്ക് ഹിന്ദു ധർമ്മത്തിന് അനുകൂലമായിട്ട് സംസാരിച്ചത്. അയാളെ പെട്ടെന്ന് തന്നെ അയാള് കാലഗണന ചുരുക്കി അയാളെ പറഞ്ഞു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, സൗകര്യങ്ങൾ ചെയ്യാതെ തത്വം പറയുകയാണ്. ത്യാഗം നിങ്ങൾ സഹിക്കണം, കല്ലും മുള്ളി ചവിട്ടി വന്നാൽ മതി, 16 18 20 മണിക്കൂർ ക്യൂവിൽ നിന്ന് വന്നാൽ മതി. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്താണ് അവിടെ ശബരിമല 18-ാം പടിയുടെ മുമ്പില് ആ രണ്ട് സൈഡിലായിട്ട് എന്തോ ഒരു തെലുങ്ക് പടത്തിന്റെ ഷൂട്ടിങ്ങിന്റെ സെറ്റ് പോലെ എന്ത് ഇട്ട് വെച്ചിരിക്കും? ഇങ്ങനെയുള്ള അപകടകരമായ യാതൊരു മര്യാദയുമില്ലാത്ത നിർമ്മിതികളെ ഇതൊക്കെ തിരക്ക് നിയന്ത്രിക്കാൻ പറ്റാതാവുകയോ ചെയ്യാം സാർ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ അനിൽ നമ്പ്യാർജിയുടെ ചർച്ചയിൽ പറഞ്ഞു, ഇവരിനി പുതിയ പുതിയ സൗകര്യങ്ങൾ കൊണ്ടുവന്ന് തുടങ്ങും, അതിനിവർക്ക് വേറെ താല്പര്യമുണ്ട്. സ്പിരിച്വൽ ടൂറിസം എന്നൊക്കെ പറയുന്ന ചില ആഭാസങ്ങൾ കാനന ക്ഷേത്രത്തിൽ നടത്താൻ ചില കക്ഷികൾ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയുള്ള തുടക്കമാണ് ഈ റോപ്പ് വേ. ഞാൻ പറഞ്ഞതിന്റെ പിറ്റേന്ന് വന്നു, ഞാൻ പറഞ്ഞത് ഭവിഷ്യവാണിയാണെന്ന് പറഞ്ഞതിന് പിറ്റേന്ന് പത്രത്തിൽ കണ്ടു ശബരിമല റോപ്പ് വേ വരുന്നു. ഇനി കല്ലും മുള്ളൊന്നും വേണ്ട, ആകാശമാർഗ്ഗെ ഹനുമാനൊക്കെ വരുന്ന പോലെ അല്ലെങ്കിൽ ഗന്ധർവന്മാർ വരുന്ന പോലെ ആകാശം കൂടെ വന്ന് അയ്യപ്പൻ മുമ്പിൽ ഇറക്കി കൊടുക്കും, അതിന് പ്രത്യേകം കാശ് വാങ്ങുമായിരിക്കും. അപ്പൊ വേണ്ടാത്ത പരിഷ്കാരങ്ങൾ വരുത്തുകയും അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്ന വളരെ വൃത്തികെട്ട ഒരു അധമമായ പ്രവൃത്തിയാണ് സർക്കാർ അവിടെ ചെയ്യുന്നത്. ഇത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഉടനെ ആരാണ് ഹിന്ദു, എന്താണ് ഡെഫിനിഷൻ, ഭക്തനാര, എന്താണ് ഭക്തി എന്നൊക്കെ ഭക്തി തൊട്ട് ചെയ്തിട്ടില്ലാത്ത
ഹിന്ദുക്കളുടെ ഒരു വേദം മുതൽ ഒന്നിനെയും ആദരിക്കാത്ത തീർത്തും ഹിന്ദു വിരുദ്ധരായ ആൾക്കാർ ചോദ്യം ചോദിക്കുക. കഷ്ടം തോന്നുകയാണ് ഈ കാര്യം ആലോചിക്കുമ്പോൾ. നമുക്ക് മാത്രമേ ഈ ദുർവിധിയുള്ളൂ. ഒരു മാരാമൺ കൺവെൻഷനോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഒരു പരിപാടിക്കോ മുസ്ലിങ്ങളുടെ ഒരു പരിപാടിക്കോ ഒന്നും അവർക്ക് ഒരു തടസ്സവും. ഹജ്ജിന് പോകാൻ വേണ്ടി 30% കിഴിവാണ് ഈ KSRTC ചാർജ്. സൗജന്യമാണ്. കൃപാസനത്തിലേക്ക് സൗജന്യമായിട്ട് വണ്ടി ഓട്ടിക്കുകയാണ് KSRTC. ശബരിമലയിലോ നിലയ്ക്കൽ നിന്ന് ആളുകളെ കുത്തി നിറച്ച് കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെ കൊല്ലാനാക്കിയിട്ട് അവിടെ കൊണ്ട് ഇറക്കുന്നു. എന്തൊരു ക്രൂരതയാണ്! ഇങ്ങനെ പണം വാങ്ങിയിട്ട് ആരോടും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, ഒരു മനുഷ്യനോടും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പൊ മനുഷ്യന്മാർക്ക് മനുഷ്യത്വത്തിന് നിരക്കാത്ത കാര്യം ചെയ്തിട്ട് നമ്മുടെ വെല്ലുവിളിയാണ്. എന്താണ് ഭക്തി, എന്താണ് തത്വമസി, ഇതൊക്കെ ഇങ്ങോട്ട് ചോദിക്കുകയാണ്. അതുകൊണ്ട് ഈ തന്ത്രങ്ങളൊക്കെ നിർത്തി നമ്മൾ ശബരിമലയിൽ അയ്യപ്പ ഭക്തന്മാർ കൊടുക്കുന്ന പണം ഉപയോഗിച്ച് വേണ്ടുന്ന സൗകര്യങ്ങൾ റൈറ്റ് ബിഫോർ ടൈം, അതായത് വൃശ്ചിക മാസം തുടങ്ങുന്നതിനൊക്കെ മുമ്പ് ഈ ഓണത്തിന്റെ നട തുറന്ന് കഴിഞ്ഞാൽ ഉടൻ എല്ലാ പദ്ധതിയും അവിടെ കംപ്ലീറ്റ് ചെയ്ത് സെപ്റ്റംബർ അവസാനം ഒക്ടോബർ ആദ്യ വാരത്തിൽ തന്നെ എല്ലാ പരിപാടികളും കഴിച്ച് വിലയിരുത്തൽ യോഗം നടത്തി അവർക്ക് വേണ്ടുന്ന വെള്ളം, ഭക്ഷണം, അതുപോലെ ക്യൂ നിയന്ത്രിക്കാനുള്ള സംവിധാനം എല്ലാം ചെയ്യേണ്ടതാണ്. അതൊന്നും ചെയ്യുന്നില്ല. പണമില്ലാത്ത അമ്പലമല്ല, ഏറ്റവും അധികം പണം കുമിഞ്ഞു കൊടുക്കുന്ന അമ്പലങ്ങളിൽ ഒന്നാണ്. എന്നിട്ട് പോലും ഗതി ഇതാണ്. അതിന്റെ കാരണം സംഘടിത സ്വഭാവമുള്ള ഒരു ഹിന്ദു നേതൃത്വം ഇല്ലാത്തതാണ്. സംഘടിത സ്വഭാവമുള്ള ഹിന്ദു നേതൃത്വം ഉണ്ടെങ്കിൽ ഇപ്പൊ കത്തോലിക്ക സഭയിലെ ബിഷപ്പിനെ പോലെ ഒരു സംഘടിത സ്വഭാവമുള്ള ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല. ഇതൊക്കെ നടക്കുന്നത് നമ്മൾ ഇതുവരെ സംഘടിതരല്ല എന്നതിന്റെ പ്രത്യക്ഷ നിദർശനമാണ്, പ്രത്യക്ഷമായ ഉദാഹരണമാണ്. അപ്പൊ ഇതിന് മാറ്റം വരുത്താതെ കടന്നിട്ട് ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതായത് ഞാൻ ചോദിക്കട്ടെ, ഈ ശബരിമലയിൽ അയ്യപ്പന്മാർക്ക് ഉള്ള മുറികൾ അല്ലെങ്കിൽ അവിടെ വെച്ച് കൊടുക്കുന്ന സത്രം, അതിന്റെയൊക്കെ വൃത്തി പരിശോധിക്കുക, അതിന്റെയൊക്കെ കാര്യമായിട്ടുള്ള കാര്യക്ഷമത, പൈപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടോ, ബക്കറ്റ് ഉണ്ടോ, വെള്ളമുണ്ടോ, ഈ ക്യൂവിൽ നിൽക്കുമ്പോൾ അവർക്ക് വെള്ളം എത്തിക്കാനുള്ള സൗകര്യമുണ്ടോ? സർക്കാർ ചെയ്യുന്നത് സന്നദ്ധ സംഘടനകളെ ഒന്നും ആ ഭാഗത്ത് അടുപ്പിക്കാത്ത രീതിയിൽ ഒക്കെ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുകയാണ്. അതൊരു വലിയ തെറ്റല്ലേ? നിങ്ങൾ ചെയ്യേണ്ടത് ഈ സന്നദ്ധ സംഘടനകൾ കൊടുക്കുന്ന ആഹാരത്തിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്താം, സന്നദ്ധ സംഘടനകൾ കൊടുക്കുന്ന വെള്ളത്തിന്റെ ശുചിത്വം ഉറപ്പുവരുത്താം. പിന്നെ അതുപോലെ അമൃത ഹോസ്പിറ്റലിനൊക്കെ അവിടെ പിന്നെ ചെറിയ ഹോസ്പിറ്റൽ ഉണ്ട്. ശബരിമല സീസൺ അവർ നല്ല സേവനമാണ് ചെയ്യുന്നത്. സേവാഭാരതി സേവനം ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റ് പല ഹൈന്ദവ സംഘടന, അയ്യപ്പ സേവാ സമാജവും ഒക്കെ ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ കുറച്ചുകൂടെ സ്വതന്ത്രമാക്കി വിടുക, അവർക്കൊക്കെ കുറച്ചുകൂടി റൈറ്റ്സ് കൊടുക്കുക. എന്നാൽ കുറെ കൂടെ കാര്യങ്ങൾ ഭംഗിയാവും. അല്ലാതെ ഞങ്ങളൊരു മാത്രം ചെയ്താൽ മതി, പിടിവാദം വെച്ച് കടന്നാൽ അവസാനം ഇവിടെ ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സമയം വരുന്ന സ്ഥലമാണെന്ന് ഓർക്കണം. എന്തും സംഭവിക്കാം. സംസ്ഥാനത്തിന് തീരാ കളങ്കമായി തീരും. ഞാൻ ഭരിക്കുന്ന സംസ്ഥാനത്തെ പറ്റി ഒരാളും മോശം പറയരുത് എന്ന നിശ്ചയദാർഢ്യമുള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കില്ല എന്നാണ് എനിക്ക് അങ്ങനെയൊക്കെ മടങ്ങിയെത്താം. അങ്ങ് പറഞ്ഞു വന്ന ഒരു പോയിന്റിലേക്ക് വരണം. ഒരുപക്ഷെ അത് പ്രത്യേകം പോലും ചർച്ച ചെയ്യണം. സൗകര്യമൊരുക്കില്ല, കുത്തിനിറച്ച് ആളെ കൊണ്ടുപോകും, കൊള്ള ചാർജ് ഈടാക്കും, സൗജന്യമായി വാഹനങ്ങൾ വിട്ടു നൽകാം, സൗജന്യമായി വൃത്തിയുള്ള ഭക്ഷണം വിതരണം ചെയ്യാം. സമ്മതിക്കില്ല. കാര്യം അവരുടെ നെറ്റിയിലെ കുങ്കുമം, അടിഞ്ഞിരിക്കുന്ന വസ്ത്രം, അവരുടെ വിശ്വാസം, ഇതൊക്കെ നമുക്ക് യോജിക്കുന്നില്ല. അതവിടെ നിൽക്കട്ടെ.